ഞാൻ എനിക്ക് വേണ്ടി തന്നെ എടുക്കല് എല്ലാം കൂടുതൽ വീഡിയോസ്. ഞാൻ എനിക്ക് തന്നെ കാണാൻ വേണ്ടി. ശരി. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞ പോലെ ഇത് ഞാൻ എന്നെ തന്നെ മാസമായി കാണും. CP Xtalksലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കഫേയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് സിനിമ പറയുന്ന CP സ്റ്റോറീസിൽ. അതിനുശേഷം ഞങ്ങളുടെ കഫേയുടെ പേജിൽ ഏറ്റവും കൂടുതൽ ഈ ഇദ്ദേഹത്തെ പറ്റിയുള്ള അന്വേഷണങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ പറഞ്ഞ് മടുത്തു. അദ്ദേഹം ഞങ്ങളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, എങ്ങനെയാന്ന് കോൺടാക്ട് ചെയ്യാന്നൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ചോദ്യം അതൊക്കെയായിരുന്നു. അപ്പം അങ്ങനെ എന്താണ് ഇന്ത്യ മുഴുവനും സെർച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, വേറെ ആരുമല്ല, അബുസാലം. വെൽക്കം ടു ദി ഷോ. അപ്പോൾ ഞാനത് തമാശ ഒക്കെ ആയിട്ട് പറഞ്ഞതല്ല, ജെന്യുവൻലി നമ്മൾ ഇതെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ റീലിൻ്റെ ഇടയിൽ ഇപ്പോഴും വരുന്നുണ്ട് കമൻസ്, നമ്പർ ഒന്ന് തരാമെന്ന്. സോ അത്രയും എന്താ പറയുക, ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. ആക്ഷനിലൂടെയാണ് അബുസാലിമിനെ എനിക്ക് കൂടുതൽ അറിയാവുന്നത്, ആക്ഷൻ രംഗങ്ങളിലൂടെയാണ്. ഈ സിനിമ ഖൽബ് എന്ന സിനിമയിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു വില്ലനായിട്ടാണ് ആവിർഭവിച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം നടന്നതും, എങ്ങനെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്? ശരിക്കും ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ലിപ്സിംഗ് ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഓൺ വോയിസിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ സാജിദൊക്കെ പിടിച്ചു. നല്ല കോൺഫിഡൻസ് ഒക്കെ നല്ല ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പേടിയൊക്കെ മാറ്റി തന്ന ആൾ. നല്ല എല്ലാ സീനിലും എല്ലാ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോഴും എല്ലാം ആൾ നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് അത് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ. ഇക്ക എങ്ങനെ ശരിക്കും അബുവിനെ കണ്ടുപിടിക്കുന്നത്? മീൻസ് നമുക്കറിയാം ഇൻഫ്ലുവൻസറാണ്, കണ്ടിട്ടുണ്ടാവും. ഇക്ക എനിക്ക് മെസ്സേജ് അയച്ചു എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലേക്ക്. എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ സീനുണ്ട്. റിക്വസ്റ്റ് ലിസ്റ്റ് ബഗ്ഗാണ് മെയിൻ്റെ. അപ്പോൾ മെസ്സേജ് അയച്ചാൽ എനിക്ക് കിട്ടൂല. അങ്ങനെ കുറേ മെസ്സേജ് പോയിട്ടുണ്ട്, പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ ഇടയിൽ ഏതാത് സിനിമ, വേറെ സിനിമകളും വന്നിട്ടുണ്ടോ? അതെ, ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടർ നോക്കുമ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ബാക്ക് മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ 2022 ഏപ്രിലിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സത്യമായിട്ടും റിക്വസ്റ്റ് ലിസ്റ്റിൽ വരുന്നില്ല, ഇത് ബഗ്ഗായി എടുക്കാം. അപ്പോൾ സെക്കൻഡ് അക്കൗണ്ടിലിട്ട് സാജിദിക്ക മെസ്സേജ്. അപ്പാണ് എനിക്ക് സാജിദിക്കാൻ്റെ മെസ്സേജ് ആണെന്ന്. ഞാൻ പെട്ടെന്ന് ഇതെടുത്ത് നമ്പർ എടുത്ത് സാജിദിക്ക വിളിച്ചു പറഞ്ഞ്, എൻ്റെ നീ ചെയ്യുന്ന പരിപാടി എൻ്റെ സിനിമയിൽ ആവശ്യമുണ്ട്, ഇതുപോലത്തെ ഒരു പരിപാടി നമുക്ക് പിടിക്കാം, എന്നിട്ട് മീറ്റായിക്കോ, എന്നിട്ട് CP സ്റ്റോറീസിൽ വന്നിട്ട് മീറ്റായി കഫേയിൽ. അപ്പോൾ അങ്ങനെയാണ് എൻട്രി. മറ്റേ സിനിമ ഏതാന്ന് ഓർക്കുന്നുണ്ടോ? നഷ്ടമായ അതിന്റെ പേരെന്താ അറിയോ? ഒരു മിനിറ്റ് അതിന്റെ പേരെന്തുകൊണ്ട്. അപ്പൊ അങ്ങനെ കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. കടകം മറ്റേ ഈ പ്രണയത്തിലൊക്കെ അഭിനയിച്ചാണ്. മനസ്സിലായി. കടകം മൂവി അതൊരു മിസ്സിംഗ് ആണല്ലോ. സത്യമായിട്ടും കടകം എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ആളുടെയാണ്. അതിന്റെ ഡയറക്ടർ ആരപ്പോ? പ്രണയവിലാസം ഒക്കെ ചെയ്ത നമ്മുടെ അദ്ദേഹത്തിന്റെ ഡയറക്ടറിന്റെ ഞാൻ മെസ്സേജ് വേണമെങ്കിൽ കാണിച്ചു തരാം. അല്ല കാണുമ്പോ അയ്യോ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതുവരെ അറിയട്ടെ, പുള്ളിയുടെ അക്കൗണ്ട് ബഗ്ഗായി കിടക്കാണ്, മെസ്സേജ് കിട്ടുന്നില്ല ആരുടെയും. അപ്പൊ ഇതല്ലാണ്ട് വേറെ വന്നിട്ടുണ്ടോ സിനിമ? റോഹിത്തേട്ടനില്ലേ കളൊക്കെ ചെയ്ത? റോഹിത്തേട്ടന്റെ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് ഷൂട്ടിങ്ങിന്. 2-3 മാസത്തിലുണ്ടാവും സ്റ്റാർട്ടിങ്. പിന്നെ ഞാൻ തുളു മൂവി ചെയ്യുന്നുണ്ട്. തുളു അറിയോ? ദക്ഷിണ കന്നഡയിൽ മാത്രം. അതെ, മാംഗ്ലൂർ ഏരിയയിൽ മാത്രമേ, കന്താറൊക്കെ ആ ഏരിയയിൽ. അതും ഇങ്ങനെ ഒരു ജോണറാണോ? തുളു തന്നെ. തുളു ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ദിവസത്തെ ഷൂട്ടിംഗ് നടന്നു ഓൾറെഡി. ശരി. ഇപ്പൊ ഇനി ബ്രേക്കാണ്, തുടങ്ങും അടുത്തിട്ട്. അതിൽ ഇത് തന്നെ ആക്ഷൻ പരിപാടി തന്നെ സംസാരിക്കുന്ന. തുളു എനിക്ക് അത്യാവശ്യമല്ല, ബേസിക് അറിയാം തുളുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ വെച്ചാൽ ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും. പിന്നെ കന്നഡൊക്കെ അറിയാം. കാസർഗോഡാണല്ലോ അല്ലേ? ശരി. അപ്പം എനിക്ക് അറിയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എന്താ പറയുക, നമ്മൾ ഈ ചെറിയ സ്ക്രീനിൽ കണ്ട ഒരു അബു സലീമിനല്ല നമ്മൾ വലിയ സ്ക്രീനിൽ ട്രെയിലറിലൊക്കെ കണ്ട അബു സലീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, നമ്മുടെ എക്സ്പെക്ടേഷൻ്റെ ഒക്കെ ഒരു ഹയർ പീക്ക് എന്നൊക്കെ വേണമെങ്കിൽ സിനിമയെ പറയാം. ഞാൻ കണ്ടിരുന്നു. നൈസായിട്ടുണ്ട്, കാര്യമായിട്ടും. അപ്പോൾ കാഴ്ചയിൽ അയാൾ കൊടുക്കുന്ന ഒരു കരിസ്മയുണ്ട് ആ ക്യാരക്ടർ എന്ന രീതിയിൽ. അത് എവിടെയൊക്കെയോ ഉണ്ട്. അത് തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഞാൻ ചെയ്തു തുടങ്ങിയ ഇത്തരം റീലുകൾ ചെയ്തു തുടങ്ങിയ സമയമുണ്ടല്ലോ, അത് എപ്പോൾ തൊട്ടാണെന്ന് ഓർക്കുന്നുണ്ടോ?
തിരിച്ചറിയെന്ന് പറഞ്ഞാൽ തുടക്കം എങ്ങനെയായിരുന്നു ശരിക്കും? തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെ എടുക്കല് എല്ലാം കൂടുതൽ വീഡിയോസ്, ഞാൻ എനിക്ക് തന്നെ കാണാൻ വേണ്ടി. ശരി, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞ പോലെ, ഇത് ഞാൻ എന്നെ തന്നെ മാസമായി കാണും അങ്ങനെ. പിന്നെ ഫ്രണ്ട്സുകാരൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്ത് വെറുതെ 15 വ്യൂസാണ് കിട്ടല്. ഓക്കെ. പിന്നെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കും, പിന്നെ ഡിലീറ്റ് ചെയ്യും, പിന്നെയും പോസ്റ്റ് ചെയ്യും, ഡിലീറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. ശരി. പിന്നെ എന്തിലോ ഒരു ഡയലോഗ് പോകുമ്പോൾ കയറുമ്പോൾ എനിക്ക് തോന്നി ഇത് മാത്രം കയറാനുള്ള കാര്യം എന്താ, അതിന് ശേഷമുള്ള വീഡിയോ ചെയ്ത് അതും കയറുന്നില്ല, ഇത് മാത്രം കയറാനുള്ള ഇതിലെന്തോ ഉണ്ട്. പിന്നെ തോന്നി കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഇറക്കണം. പിന്നെ സ്ലോ മോഷൻ പരിപാടി ചെയ്തിട്ട് അതിൽ വന്നു. പിന്നെ ഓക്കെ. അപ്പൊ ആള് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആൾക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. ബട്ട് മീൻസ് അങ്ങനെയല്ല, ഇരുന്ന് സംസാരിച്ചോളും. ബട്ട് തുടക്കത്തിലെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നൈസായിട്ട് എനിക്ക് ഒരു പാവം മനുഷ്യൻ. എനിക്ക് തോന്നുന്ന റീലുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അബു സലിം അല്ലെങ്കിൽ സലിം നാളെ നിങ്ങളുടെ നമ്മൾ ഓർക്കൂലേ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇച്ചിരി ജാടയൊക്കെ ഉള്ള നമ്മളൊക്കെ. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല. ഒരു സ്ഥലത്ത് ഞാൻ ഇവിടെ പ്രൊമോഷൻ്റെ സമയത്ത് വന്നപ്പോൾ ഒരു സ്ഥലത്ത് തെങ്ങിഞ്ചോട്ടിലൊക്കെ പോയിരുന്നു, വെറുതെ ഫോൺ വെച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പം ഈ നമ്മുടെ ഒരു കൂട്ടൊരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ നിങ്ങൾ, അതെങ്ങനെയാണ് കാസർഗോഡ് ഏരിയ എന്താണ്, എങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എങ്ങനെയാണ് ശരിക്കും? അത് ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും, ചെറുപ്പം തൊട്ട് ഇതുവരെ ഉള്ളത് അവർ തന്നെയാണ്. നമ്മുടെ ഏരിയയിൽ നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ ഇത്ര ഒരു നാട്ടിൻ്റെ ഏരിയ ഇല്ലേ, അവിടെ നിന്ന് എവിടെ നിന്നെല്ലാം ഇങ്ങനെ വന്നിട്ട് ഒരിടത്ത് കൂടാതെ. ശരി ശരി ശരി. ഈ അബു സലിം നമ്മളൊരു എന്താ പറയുന്നത് ഒരു ദിവസം കൊണ്ടല്ലാന്ന് എനിക്കറിയാം, മൊത്തത്തിൽ ഇന്ത്യ മൊത്തം ഒരുമാതിരി റീച്ചുള്ള ഒരാളായി മാറുന്നുണ്ട് പെട്ടെന്ന്. അത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളൊരു നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലൊരു ഉണ്ടല്ലോ ഒരു ബോണ്ടിങ് കാര്യങ്ങൾ, അവർ നമ്മളെ കാണുന്ന രീതി, അങ്ങനെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു? ഒന്നുമില്ല ഇപ്പോഴും. കാരണം ഫ്രണ്ട്സ് ഉള്ളപ്പോൾ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് സംസാരിക്കില്ല, അത് അവർക്കായാലും ഇഷ്ടമല്ല എനിക്കായാലും ഇഷ്ടമല്ല. ശരി. ആ ഒരു വൈബ് നേച്ചറായിട്ട് തന്നെ വെക്കല നമുക്ക് പതിവ്. പിന്നെ ഇൻസ്റ്റാഗ്രാം സംസാരിക്കും, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്തെങ്കിലും അതിനുള്ള അഭിപ്രായം ഡിസ്കഷൻ ആണെങ്കിൽ അങ്ങനെ മാത്രം, അല്ലാത്ത നോർമലായിട്ട് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന അതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സ്ലോ മോഷൻ അടക്കമുള്ള രംഗങ്ങളാണ്, അല്ലെങ്കിൽ അബു സലീമിനെ കാണിക്കുന്ന രീതികളാണ്. അത് അബു സലീം തന്നെ ഡയറക്റ്റ് ചെയ്തതെന്നാണ്. അതെ, ഡയറക്ഷൻ ഒക്കെ ഞാൻ, ക്യാമറമാൻ എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ആൾക്കും നല്ല തെറിയൊക്കെ പറയലുണ്ട്. അതെ, നമുക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടാത്തത് കൊണ്ടും അത് ഇതും ആകെ ഞാൻ തെറി പറയുന്നവനെ ഓർത്ത്. ഭയങ്കര എനിക്ക് തോന്നുന്നു എപ്പോഴൊക്കെ അബു ദേഷ്യപ്പെടാറുള്ളത്? അത് മാത്രം, ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ശാന്തശീലനായ മനുഷ്യനാണ്, ദേഷ്യപ്പെടലില്ല. അപ്പം അബു ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ ഇതുണ്ടല്ലോ, സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സിനിമയിലേക്ക് നമ്മൾ എൻട്രി ആയി കഴിയുമ്പോഴും വേറൊരു ലോകമാണല്ലോ, നമ്മൾ കേട്ടതും കണ്ടതും ഒന്നും ആയിരിക്കുമല്ലോ. അത്തരത്തിൽ നോക്കുവാണെങ്കിൽ സിനിമ എത്രത്തോളം ഡിഫറെൻ്റ് ആണ് വെളിയിൽ നിന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യുന്ന ഒരാൾക്ക്? ഇപ്പം അബുവിനെ പോലെ ആർട്ടിൽ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഹാർഡ് വർക്ക് എല്ലാം ആർട്ടിലാണ് ഉള്ളത്. ശരി. ആർട്ടിലും പിന്നെ ഡയറക്ഷൻ ആയാലും, മൊബൈലാണെങ്കിൽ ഒരു ഡയറക്ഷൻ ഒരു മാറ്റി പിടിക്കാൻ നേരെ പിടിച്ച് അവിടെ നിന്നാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈ സെറ്റ് തന്നെ ലൈറ്റും അതും ഇതും ഹാർഡ് വർക്ക് നല്ലോണം ഉണ്ട്. ഓരോരോ ഷോട്ടിന് നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മുടെ റീൽ ചെയ്യും പോലെ അല്ല. റീലിന് ലൈറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമ്പോൾ നാച്ചുറൽ ലൈറ്റിലേ എടുക്കും, ലൈറ്റുള്ള സ്ഥലത്തും പോയി പിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ അല്ല, ഇതൊരു സെറ്റ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങോട്ട് മാറ്റി വെക്കണം, ഇവിടുന്ന് ഒറ്റ അങ്ങോട്ട്. ഇതിൻ്റെ ഹാർഡ് വർക്ക് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു 5 സെക്കൻഡ് നമുക്ക് മൊബൈലിൽ പിടിക്കുന്നതും 5 സെക്കൻഡ് ക്യാമറയിൽ പിടിക്കുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട്. ചെറുതൊന്നുമല്ല, വലിയ ഡിഫറൻസ്. എപ്പോഴെങ്കിലും അങ്ങനെ ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, മീൻസ് എപ്പോഴെങ്കിലും താല്പര്യം ഉണ്ടായിട്ട് എനിക്ക് ചെറിയൊരു സീനെങ്കിലും അല്ലെങ്കിൽ ഒരു സിനിമ അങ്ങനെ ചെയ്യാതെ കൊള്ളാം എന്നെങ്കിലും അങ്ങനെ ചിന്തിക്കാത്തവരാരില്ല. അല്ല, നമ്മളെ തന്നെ ഒരു ഡയറക്ഷൻ നമുക്ക് തോന്നില്ല, മനസ്സിലായി ഡയറക്റ്റ് ചെയ്ത അടിപൊളി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ചാൻസ് നമുക്കെപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനുള്ള ചാൻസ് നമുക്ക് കിട്ടും, അങ്ങനത്തെ ഉള്ള ഒരു സാധനം. അപ്പോൾ ഈ ആക്ഷൻ സീനുകൾ കുറേ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ ലുക്കുകൾ വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്ന കുറേ ഐറ്റങ്ങളുണ്ട്. അപ്പം അതൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്ത് വർക്കൗട്ട് ആക്കുന്നതാണോ, അതോ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞ് അത് വർക്കായെങ്കിൽ മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്യുക, ആ ഒരു പരിപാടിയാണ്? അതെ, ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് വർക്കാവുന്ന നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം അങ്ങനെ വർക്കായൊരു റീൽ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ അബുവിൻ്റെ? അത് ഒരു മറ്റേ കുമ്പളങ്ങി നൈറ്റ്സിന്റെ സൗബിൻ ഷായറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. മറ്റേ മൂടുപോയി കൂട്ടർ മൂടുപോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവൻ്റെ അടുത്ത് പറയൂലേ, ആളടിക്കാം നമുക്ക് ബാറിൽ പോയി അടിക്കാം. ആ സാധനമാണ് ആദ്യമായിട്ട് ഇങ്ങനെ
ചെയ്തത് ലിപ്സിംഗ് ആയിട്ട്. അതാണ് കേറി പോയത് ആദ്യം. ഒരു 20K ലൈക്ക് അങ്ങനെ കിട്ടിയ. ആദ്യത്തെ റീൽ വൈറലായത് 20K ആണ്. ഇപ്പൊ എത്രയാണ് കിട്ടുന്നത്? 20K അത് സ്ലോ ആയിട്ടാണ് കിട്ടിയത്. ആദ്യം 2000 ആയി ഒരാഴ്ചയില്, പിന്നെ കേറി. ഇപ്പൊ കിട്ടുന്ന എത്ര ലൈക്ക് ഉണ്ടോ, നോക്കാറുണ്ടോ? നോക്കാറുണ്ട്. ഇപ്പൊ ലൈക്ക് 500K മിനിമം കിട്ടും റീലാണെങ്കിൽ, പ്രൊമോഷൻ ഇല്ലാത്തത് 500K ലൈക്ക് മിനിമം കിട്ടും. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് അങ്ങ് മുംബൈയിൽ നിന്ന് വരെ ഞങ്ങൾക്ക് വീടുപാടുണ്ടെന്ന് പറഞ്ഞാൽ, ഗുജറാത്തുകാരനാണെന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നമ്മളെയൊക്കെ തേടി എത്തുന്നത് ഒരു കൊളാബറേഷൻ? അല്ല, അദ്ദേഹം ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ശരി. അപ്പോൾ എനിക്കൊന്നുമില്ല, പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുന്ന എൻ്റെ പ്രൊഫൈലിലുണ്ട് വീഡിയോസൊക്കെ. ശരി ശരി. ഞാൻ ഇൻസ്റ്റയിൽ ആളെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അടിപൊളി വീഡിയോസാണ്, എനിക്കിഷ്ടമാണ് അങ്ങനെ. അപ്പോൾ ആൾ റിപ്ലൈ തന്നു. ആൾ പറഞ്ഞു നിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു, ഇപ്പോൾ പ്രൊഫൈൽ എടുത്ത് നോക്കി, നല്ല അടിപൊളി ചെയ്യുന്നുണ്ട്, ചെയ്തോ അങ്ങനെ. അപ്പോൾ ഉള്ള ബോണ്ടിങ്ങാണ് ഇപ്പോഴുള്ളത്. പുള്ളിയും ഇതുപോലെ തന്നെ അതൊരു ബിഗ് ഏരിയ ആണ്, സ്ലം ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പം സിനിമ തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവുമായിരിക്കും. ആയിരിക്കും. ആളുടെ മെന്റാലിറ്റി എനിക്കറിയില്ല. ചിലപ്പോ ആയിരിക്കും, ചിലപ്പോ അല്ലായിരിക്കും. നിങ്ങൾ തമ്മിൽ അപ്പോ ഫ്രണ്ട്സ് ആണ്, പക്ഷെ അത്ര ഓപ്പൺ അല്ല. ഓ ശരി ശരി. നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സോൺ വേറെ തന്നെ. ആ സോണിലെ അബു എങ്ങനെയാ ശരിക്കും? മൊത്തത്തിൽ ഓപ്പണാ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഓപ്പൺ ആണോ? എങ്ങനെ വെച്ചാ എന്തും തുറന്നു പറയും. നമ്മളെ അതേ മൈൻഡ് സെറ്റ് എല്ലാവർക്കും. എൻ്റെ അതേ മൈൻഡ് സെറ്റ് അവർക്ക് അവരുടെ മൈൻഡ് സെറ്റ് എനിക്ക് അതാത്ത ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്ത എന്തും തുറന്നു പറഞ്ഞു. നമ്മൾ ചെയ്ത റീലുകളിൽ ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്ത റീൽ എന്ന് വെച്ചാൽ ഏതായിരിക്കും പറയാൻ? എല്ലാ റീൽസിനും കഷ്ടപ്പാടുണ്ട്, അറിയാം ഉറപ്പായിട്ടും. അതിൽ കൂടുതൽ കഷ്ടം വന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തതിൽ അതിൽ കുറച്ച് കഷ്ടം വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തത് ഒരു സാധനമുണ്ട് മുടി ഉണ്ടായപ്പോൾ, അതിൽ നല്ല കഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് കഷ്ടപ്പെട്ട് ചെയ്തായിരുന്നു, അത് പിറ്റേ തന്നെ ഡിലീറ്റ് ആക്കി. അതെന്താ? അത് ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല, കഷ്ടപ്പാട് മാത്രം, സംഭവം കിട്ടിയിട്ടില്ല. നമ്മൾ ചില സാധനങ്ങൾ ചിലപ്പോൾ അത്രയും വൈറലാവൂല എന്ന് ഓർത്തിടുന്ന സാധനങ്ങൾ ഭയങ്കരമായിട്ടും കയറി കൊളുത്തുന്ന ഐറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. വൈറൽ ആവൂലെന്ന് വിചാരിച്ചിട്ട് വൈറൽ ആവൂല എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും, അതിന്ന് മുകളിൽ പോകുന്ന വിചാരിക്കാത്ത സാധനം ഉണ്ടാവും മുകളിൽ പോയത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതായിരിക്കും അത്. ഇപ്പൊ ലാസ്റ്റ് ചെയ്തത്, ഈ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 months ആയി. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു വീഡിയോ കോൾ ചെയ്യുന്നത്. ഞാൻ ഒരു 1M ഒക്കെ ഇങ്ങനെ എക്സ്പെക്ട് ആയിരുന്നു. ഇപ്പോൾ 3.7 അങ്ങനെ എന്തോ മില്യൺ ലൈക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ആദ്യം റീലുകളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്നൊരു ഇത് വരുമല്ലോ, ഒരു ഫീഡ്ബാക്ക് സംഭവങ്ങളുണ്ടല്ലോ. അപ്പം ആദ്യം അത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ എങ്ങനെയായിരുന്നു അത്? ശരിക്കും അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, ആരും നെഗറ്റീവ് ആയിട്ടൊന്നും പറഞ്ഞില്ല. ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവ് ഒന്നും എനിക്ക് ആദ്യം കിട്ടിയിട്ടില്ല. ശരി ശരി. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് അങ്ങനെയല്ല, പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലാന്ന് തോന്നുന്നു, കുറവാണ് ഭയങ്കര. പിന്നെ ജലസി ആൾക്കാരുണ്ടാവും വേറെ, അത് ജലസിയുടെ നമുക്ക് കമന്റ്സ് കാണുമ്പോൾ മനസ്സിലാവും. ശരി ശരി ശരി. അപ്പോൾ അബു ഇനിയിപ്പം സിനിമ താല്പര്യമുള്ള ഒരാളാണ്, മുന്നോട്ട് സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ നടക്കട്ടെ. അപ്പോൾ എത്തരം ജോണറുകൾ എനിക്കറിയാം, ഇഷ്ടപ്പെട്ട ജോണർ ആക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കൊറിയൊക്കെ ആയിരിക്കും. ബട്ട് എത്തരം സിനിമകൾ അല്ലാതെ ചെയ്യാൻ ട്രൈ ചെയ്യാൻ നോക്കും? ഞാൻ മെയിനാണെങ്കിൽ എന്തും ചെയ്യും, എല്ലാ സാധനം ചെയ്യും. ഇവൻ ഏറ്റവും പാടായിട്ട് തോന്നാവുന്ന ഒരു ജോണർ ഏതായിരിക്കും അബുവിന്? പാടായിട്ട് സത്യം പറഞ്ഞ ചെയ്ത് നോക്കിയിട്ട്, റീലൊക്കെ ചെയ്ത് നോക്കിയിട്ട് വർക്കാവുന്നില്ല? വർക്കാല്ല സത്യം പറഞ്ഞാ എനിക്ക് തോന്നുന്നു ഇമോഷണൽ സീൻസ് കുറച്ചുകൂടി ഹാർഡാണ്. മാസിനം പറയുമ്പോൾ ശരി, ഇമോഷണൽസ് കുറച്ചുകൂടി ഹാർഡാണ്. ഐ മീൻ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ലൈക്ക് ഇമോഷൻ എല്ലാം അങ്ങനെയല്ല, കരച്ചിൽ മാത്രമല്ല, ഒരു സാഡ് ആയാലും ഇതായാലും അത് കുറച്ച് ഹാർഡാണ്, നാച്ചുറലാണ്. ഓക്കെ. അപ്പം ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, അബുവിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ടല്ലോ, കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വെച്ച് കൊറിയ ചെയ്യുമ്പോൾ ഉള്ള എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും, പാടായിട്ടുള്ള കുറേ പരിപാടികൾ കാണും. അതിനെങ്ങനെയാണ് ശരിക്കും ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്? പാടായിട്ടുള്ള എനിക്ക് ഒരാളെ ഇങ്ങനെ
തോന്നും ഫ്രണ്ട്സിൽ ഒരുത്തന് നീ പിന്നെ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും, വെറുതെ നിൽക്കാൻ മാത്രം വേണ്ടി. ലൈക്ക് ഞാൻ വേണമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ എന്നെ ഒഴിവായിക്കും. അങ്ങനെയാണ്. പിന്നെ ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. ചെറിയ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ഇങ്ങനെ പറയാം പ്ലീസ് ട്രൈ ചെയ്ത്, അപ്പോൾ ട്രൈ ചെയ്യും. അപ്പോൾ അവരെ വിളിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഒരു തമിഴ്. അവര് ആക്ടിങ്ങിൽ തീരെ താല്പര്യമില്ലാതെ ചങ്ങായി, അവനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് ആരും വിളിച്ചില്ല ഫ്രണ്ട്സിനായിട്ട്. ഞാൻ ഒരുത്തന് അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ട് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്യും അവരെ അങ്ങനെയുള്ള വെച്ചിട്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ ഒരു അടുത്ത ഫ്രണ്ട് സോൺ എന്ന് പറയുമ്പോൾ എത്ര പേരടങ്ങുന്ന ആളുകൾ? ഒരു 10-15 ആൾക്കാരുണ്ടാവും. ഇവര് എല്ലാ പരിപാടിക്കും അബു നാളുടെ കൂട്ടത്തിലുള്ള? അതെ അതെ അതെ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന നിങ്ങള്, ഞാൻ പുറത്ത് പോവാണെങ്കിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ഒന്നെങ്കിൽ ഒരുത്തന്നെ അല്ലെങ്കിൽ 2 ആൾക്കാർ. ഈ ഇവിടെ നിന്നുള്ള ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ, ആളുകൾ നമ്മൾ വെളിയിൽ ചെല്ലുമ്പോൾ സ്വന്തം നാട്ടിലൊരു റിസപ്ഷൻ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പം ഞാനും കണ്ടിട്ടുണ്ട് അബുവിനെ ചുറ്റിപ്പറ്റി ആളുകൾ നിൽക്കുന്നതും ഭയങ്കര ഭയങ്കര രസമായിട്ട് കണ്ടു നിൽക്കാറുണ്ട് ഞാൻ. അപ്പം ആ സംഭവത്തെയൊക്കെ എങ്ങനെ അബു എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ടാക്കിൾ ചെയ്യുക? ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട്. ലൈക്ക് അവർ വീഡിയോ കണ്ടിട്ട് എന്നെ അറിയാം, എൻ്റെ വീഡിയോ ഇഷ്ടമാണ്. അവർ പറയുന്നതിന് ഞാൻ താങ്ക്സ് പറയും, ശരിക്കും താങ്ക്സ് പറയും. കണ്ടു ഇഷ്ടപ്പെട്ടു, അത് വലിയൊരു കാര്യമാണ് ഉറപ്പായിട്ടും. പിന്നെ അത്രേ ഉള്ളൂ, അവർ പറയുന്നത് റിപ്ലൈ ചെയ്യും, അത്രേ ഉള്ളൂ, ബദലായിട്ടൊന്നുമില്ല. ഓക്കെ. ഈ പറഞ്ഞ പോലെ DM ഹാങ് ആയെന്ന് പറഞ്ഞു, എന്നാലും ക്രേസി ആയിട്ടുള്ള ഏതെങ്കിലും ഫാനിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും DM റിപ്ലൈസ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? മെസ്സേജസിൻ്റെ കാര്യം അറിയാലോ, മെസ്സേജസിൻ്റെ കണ്ടാലും കാണാത്ത അവസ്ഥയാണ്. പിന്നെ ക്രേസി ആയിട്ടൊന്നുമില്ല. ആൾക്കാർ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അറിയാം, ലൈക്ക് യഥാർത്ഥത്തിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, പിന്നെ വേറെ ചില എക്സ്പെക്ടേഷനിൽ വരുന്ന ആൾക്കാർ. ഖൽബിലേക്ക് തന്നെ തിരിച്ചു വരാം. ഖൽബ് എന്ന സിനിമ വളരെ കളർഫുൾ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ സീനുകളൊക്കെ ആണെങ്കിലും ചോര വർണ്ണത്തിൽ അല്ലെങ്കിൽ ഒരു ചുവപ്പ് വർണ്ണമാണ്, രാത്രിയിലുള്ള സീനുകളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്യാങ്ങും ഭയങ്കര എന്താ പറയുക, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഗ്യാങ്ങാണ്. നമ്മുടെ സനൂപൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം നിങ്ങളുടെയും ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ പേരുകളിലും ഭയങ്കര രസകരമായ പേരുകളൊക്കെയാണ്. ഇതിനകത്തെ ക്യാരക്ടർ റോൾ എന്താണ് എന്ന് വെച്ചാൽ ക്യാരക്ടറിൻ്റെ നെയിം എന്താണ് വരുന്നത്? ക്യാരക്ടർ നെയിം വരുന്നത് ചോരക്കുഞ്ഞ്. ചോരക്കുഞ്ഞ്. ചോര കണ്ടിട്ട് അടങ്ങുള്ളൂ. ചോര കണ്ടിട്ട് അടങ്ങുള്ളൂന്നല്ല, ഒരു പേരാണ് ശരിക്കും. അങ്ങനെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എല്ലാ പ്രശ്നം ഉണ്ടാക്കാനും പ്രശ്നത്തിലും ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. മീൻസ് ഒരു ഗ്യാങ് എന്ത് പ്രശ്നത്തിനും റെഡിയാണ്, അങ്ങനെ എവിടെ അടി ഉണ്ടാക്കും, അങ്ങനത്തെ ഒരു ടീംസാണ്. നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ക്രൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് യങ്സ്റ്റേഴ്സ്, എന്താ പറയുക. പിന്നെ പടമാണെങ്കിൽ അങ്ങനത്തെ ഒരു വൈബ് കളർഫുള്ളായിട്ടുള്ളൊരു പടമാണ്. അപ്പം അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര യങ്ങായിട്ടുള്ള കുറേ ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ ഭയങ്കര കളറായിരിക്കും. അങ്ങനെ ആയിരിക്കണമെന്നല്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ സാധാരണ. സോ നിങ്ങളുടെ ആദ്യത്തെ സിനിമയും കൂടെ അങ്ങനെ ഒരു സിനിമയിൽ കുറേ ആളുകൾ പുതുമുഖങ്ങളെല്ലാം വരുന്ന ഒരു സിനിമ, അതിൽ യങ്ങറായിട്ടുള്ള കുറേ ആളുകൾ അങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും സെറ്റ്. അപ്പോൾ അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു? ഞാൻ എൻ്റെ ഗാംഗിലൊക്കെ ആദ്യമായിട്ട് എല്ലാവരും നേരിൽ കാണുന്നത്. ശരി. അങ്ങനെ പരിചയമായി, പിന്നെ സിങ്കായി. നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല, ഞാൻ ഫ്രണ്ട് സോൺ അല്ലാതെ വേറെ ആരുടെ അത്ര ഇല്ല, പക്ഷെ ഇവര് ഓക്കെ ആയിരുന്നു. അബുവിന്റെ ഫ്രണ്ട് സോൺ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അബു നോക്കുന്ന ഒരു ഫ്രണ്ടില്? ഞാൻ ഒരാളെ മനസ്സിലാക്കും ആദ്യം. ശരി. ആളെ മനസ്സിലാക്കിയിട്ട് പിന്നെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കും. ഒരു ലിമിറ്റിന്റെ ആളാണോ, ഒരു ലിമിറ്റ് വെക്കേണ്ട ആളാണോ, അല്ലെങ്കിൽ ഇത്ര റെസ്ട്രിക്ഷൻ ആക്കേണ്ട ആളാണോ, ഇതാണോ. സോ ഈ ലിമിറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ഇപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. ഇത് ലിമിറ്റാണ്, ഇന്ന് കൂടുതൽ ആൾക്ക് ഇഷ്ടപ്പെടില്ല, അത് അവന് ഇഷ്ടമല്ല, ഇത് ഇവന് ഇഷ്ടമല്ല. നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നല്ല, എന്ത് പറഞ്ഞാലും ഓക്കെ അല്ല. കാര്യമായിട്ട് ഒരു സീരിയസ് എന്നിട്ടൊരു സംഭവം ഇല്ലാത്ത, പക്ഷേ സീരിയസ് മൊമെന്റിൽ സീരിയസ് ആണ്. സീരിയസ്നെസ് എന്തെന്ന് പോലും അറിയാത്ത ടീംസാണ് നമ്മളത് എല്ലാവരും. ഓക്കെ. എനിക്കൊരു ഇത് തോന്നുന്ന, എല്ലാവരും തന്നെ ഈ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഇങ്ങനെ സിനിമാറ്റിക് ആയിട്ട് ആലോചിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും സംഭവിച്ചു, ആർക്കെങ്കിലും ഒരാൾ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഹീറോ പതുക്കെ എണീറ്റ് വരും. ഓക്കെ. നമ്മളത് കുറേ ഇങ്ങനെ ചെന്ന് അവൻ ഇങ്ങനെ ഇടിച്ചിട്ട് മറിച്ച് ഞാനല്ലേ ദൂരെ പോവും. എന്നെ അവിടെ കണ്ടിട്ട് നീ ഉണ്ടായിരുന്നു പറഞ്ഞ. അപ്പൊ എനിക്ക് തോന്നുന്നു അബു അത്തരത്തിലാണ് കൊറിയോ ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും അങ്ങനെ കാണുന്നത് അബു അത് ചെയ്ത് കാണിച്ചു തന്നു. അതായിരിക്കും ആളുകൾക്ക് കൂടുതൽ കണക്ട് ആയത്.
സംഭവം അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എങ്ങനെയെങ്കിലും? ഇപ്പോൾ അബു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം അത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു സംഭവം ഇങ്ങനെ സംഭവിക്കില്ല, റിയൽ ലൈഫിൽ ഇല്ല, നടന്നിട്ടില്ല. ഓക്കെ. അപ്പം ഇനിയിപ്പം സിനിമകൾ പറഞ്ഞു, കുറേ സിനിമകൾ DM അയച്ചിട്ട് കിട്ടാത്തതാണ് അങ്ങർക്ക്. അപ്പം ഈ ഇപ്പോൾ ഓൺ ബോർഡുള്ള കുറച്ച് സിനിമകൾ പറഞ്ഞു അല്ലേ? വരാതിരിക്കുന്നത് മറ്റേ നമ്മുടെ ഇനി വരാതിരിക്കുന്ന സിനിമ രോഹിത് ഏട്ടൻ്റെ മെസ്സേജ് അങ്ങനെ തന്നെയാണ്. രോഹിത് ഏട്ടൻ്റെ ടീം പിന്നെ എൻ്റെ നമ്പർ അടിച്ച് മെസ്സേജ് ആക്കി. അപ്പോൾ ഞാൻ ഡയറക്ടർ ഇങ്ങനത്തെ ഒരാളാണെന്ന് പറയുമ്പോൾ മെസ്സേജ് എടുത്ത് നോക്കി, അപ്പോഴാണ് മെസ്സേജ് കാണുന്നത് രോഹിത് ഏട്ടൻ. അതും പോലും കിട്ടിയിട്ടില്ല എനിക്ക്, സത്യം പറഞ്ഞാൽ. ഭയങ്കര മിസ്സിംഗ് ആണ് സീരിയസ്ലി. ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവാണ് അതിൽ. അല്ല, ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഔട്ട്റീച്ചും കൂടെ ചെയ്യണല്ലോ. നമ്മൾ പറഞ്ഞ ഒരു ഇപ്പോൾ വെച്ചാൽ സമൂഹത്തിൽ ആംബിഗ്യൂസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇൻട്രോവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഈ സിനിമ എന്ന് പറഞ്ഞൊരു ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രോവേർട്ടുകളുടെ ഒക്കെ സ്ഥലമാണ്. കാരണം ചോദിക്കണം നമ്മളൊരു പുതിയ ആളെന്ന നിലയിൽ. അപ്പോൾ അതെത്രത്തോളം അബുവിന് സാധിക്കും? മീൻസ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഓഡീഷനിൽ കോൺഫിഡൻസ് ഇല്ല. ഓക്കെ, സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ ഓഡീഷൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈയും ചെയ്തില്ല അതിനാണ്ട്. ഞാൻ പോയാൽ എനിക്കറിയാം ഞാൻ സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. അപ്പോൾ ഈ ക്യാമറ അല്ല, ഒരു ക്യാരക്ടറിലും അല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ക്യാരക്ടർ ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ എനിക്ക് വിറയിൽ വരും, എന്തായാലും ഞാൻ ഫുള്ള് തെറ്റിക്കും. പിന്നെ ഞാൻ എന്നെ തന്നെ സ്റ്റോപ്പ് ചെയ്യും ആ ഉള്ള സിറ്റുവേഷൻ. അപ്പോൾ ഓഡിഷന് എനിക്ക് ഭയങ്കര പേടിയാണ്, കോൺഫിഡൻസ് ഇല്ല. ബട്ട് ക്യാമറയിൽ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്. ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, എൻ്റെ ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഓക്കെ. നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചങ്ങ് നിന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നല്ലേ? അപ്പോൾ സിനിമകൾ തന്നെയാണ് ആഗ്രഹം എന്നറിയാം. നല്ല നല്ല സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല നല്ല സിനിമയുടെ ഭാഗമായിട്ട് അബുവിനെ കാണട്ടെ. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. അപ്പോൾ നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്. താങ്ക് യു സോ മച്ച്. കൽബിൽ കാണാം. അപ്പോൾ അയ്യോ, നമ്മൾ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പേ കൽബിനെ പറ്റി പറയണോ? കൽബ് ഞാനും എക്സൈറ്റഡ് ആണ് കൽബിന്. കൽബ് എനിക്ക് കാണും. ഞാൻ എൻ്റെ പാട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അറിയാൻ ശ്രമിച്ചിട്ടില്ല ഒന്നും. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ് കൽബ് കാണാൻ വേണ്ടി, നിങ്ങളെ പോലെ. സോ ഐ ഹോപ്പ് ദിസ് വിൽ ബി ദ ബെസ്റ്റ് മൂവി ഓഫ് ലവ് ദാറ്റ് ഐ ഹാവ് എവർ സീൻ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.